പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു വീക്ക് ഡേയിലെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം തൊട്ടിട്ട് നൈറ്റ് ടൈമിൽ വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ. ഊണൊക്കെ കഴിഞ്ഞാണ് വ്ളോഗ് എടുക്കാൻ തീരുമാനിക്കുന്നത്. സിമ്പിൾ ഊണായിരുന്നു കേട്ടോ. മോരറിയും പിന്നെ അച്ചിങ്ങ ഒലത്തിയതും തിരുത മീനാണ് കിട്ടിയത്. അത് ഫ്രൈൻ്റെ ഒരു പീസ് ബാക്കിയുണ്ട്. അപ്പോൾ അതാ ചായയുടെ സമയമായി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യല് ചക്ക അടയാണ് കേട്ടോ. അപ്പോൾ ചക്ക എനിക്ക് കുറേ മുന്നേ കിട്ടി. അത് പഴുത്ത് വന്നപ്പോൾ ഞാനെടുത്ത് വേവിച്ച് വെച്ചിരുന്നു. അപ്പോൾ ചക്ക ഇങ്ങനെ വേവിച്ച് വെച്ചാൽ കുറച്ച് സമയം കഴിഞ്ഞ് അന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കണ്ട, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് എടുത്ത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഈ ചക്ക അട ഉണ്ടാക്കുന്നത് ഒന്നില്ലെങ്കിൽ നമുക്ക് വാഴയിലയിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇടന്ന ഇല എന്ന് പറയുന്ന ഒരു ഇലയുണ്ട്, നല്ല ടേസ്റ്റാണ് അതിന്. ആ ഒരു ഇല നമുക്ക് കിട്ടിയപ്പോൾ ഇത് ഉണ്ടാക്കാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ ഈ ആദ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇത്രയും പെർഫെക്റ്റായിട്ട് വന്നില്ലായിരുന്നു. ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഞാൻ തേങ്ങ ചേർത്തില്ലായിരുന്നു, ഒരു ധൃതിക്ക് അങ്ങ് ഉണ്ടാക്കി. അപ്പോൾ അത്യാവശ്യം കൊള്ളായിരുന്നു, പക്ഷെ ആ തേങ്ങ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തത് പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഞാൻ ആ മിസ്റ്റേക്കൊക്കെ മാറ്റി കറക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചക്ക വേവിച്ചത്. ഇതിന് മുന്നേ വേവിച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാനൊരു കണക്കൊന്നുമില്ല കേട്ടോ, എൻ്റെ ഒരു ഏകദേശ കണക്കിനാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ ശർക്കര പൊടിയായിട്ട് വാങ്ങിച്ചതാണ്. അത് കുറച്ച് വെള്ളം എടുത്തിട്ട് ഉരുക്കിയെടുത്തു. ഇനി കുറച്ച് ഏകദേശ കണക്കിന് കുറച്ച് അരിപ്പൊടി ഇട്ടു. ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചിരവിയതും പിന്നെ നമ്മുടെ ചക്ക വേവിച്ചതും കൂട്ടി നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. തേങ്ങയൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിന് അങ്ങ് ചേർക്കുക കേട്ടോ. തേങ്ങ എത്ര ചേർത്താലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ചക്കയൊക്കെ ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതും അങ്ങ് ചേർത്ത് പെട്ടെന്നാവും കേട്ടോ. നമ്മളിങ്ങനെ ചക്ക ഇടാന്നൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി പാടാന്ന് വിചാരിക്കും, പക്ഷേ ചക്കയൊക്കെ ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന്, ഞാൻ ചായ എടുക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഇത് ചെയ്തെടുത്തത്. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ കയ്യിൽ ചക്ക എത്രയുണ്ടോ അതിനനുസരിച്ച് പൊടിയെടുക്കുക, തേങ്ങ ചേർക്കുക, നന്നായി കുഴച്ചെടുക്കുക. പിന്നെ ഞാൻ മുന്നേ ഉണ്ടാക്കിയ ശർക്കര ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഉരുക്കിയെടുത്ത ശർക്കരയും കൂടി കുറച്ചുകൂടി മധുരം കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് പാകത്തിന് ചേർത്ത് കുഴച്ചെടുക്കുകയാണ്. ഇതാണ് കേട്ടോ ഇടന്ന ഇല. അപ്പോൾ ഇത് മുന്നേ ചെയ്തപ്പോൾ കുറച്ച് ദിവസമായി ഫ്രിഡ്ജിനകത്ത് ഇരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വാട്ടം കാണാനുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനൊരു കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസം ഇരുന്നു എന്ന് വെച്ചിട്ട് ഇലയ്ക്ക് കേടൊന്നും പറ്റൊന്നുമില്ല. അങ്ങനെ നമ്മുടെ അടയുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഓരോരോ ചെറിയൊരു ഉണ്ടയാക്കി പിടിച്ചിട്ട് നമ്മൾ ഈ ഇലയുടെ പാകത്തിനനുസരിച്ച് വെച്ച് സാധാരണ നമ്മൾ വാഴയിലയിൽ പരത്തിയെടുക്കുന്ന പോലെ തന്നെ നന്നായി കൈവച്ച് പ്രസ് ചെയ്ത് പരത്തിയെടുത്ത് മടക്കി വയ്ക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ ചക്ക അട ഉണ്ടാക്കുന്നത്. അങ്ങനെ എല്ലാ അടയും നമ്മൾ ഇലയുടെ അകത്താക്കി മടക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അത് പെട്ടെന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്നാണ് അട ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ പെട്ടെന്ന് വേറെ ഒന്നും നോക്കാതെയുള്ള പണിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ മൊത്തം മെസ്സായി കിടക്കുകയാണ്. അപ്പോൾ എനിക്കുള്ളൊരു പ്രശ്നമാണ് കേട്ടോ, പെട്ടെന്ന് നമ്മൾ പണി ചെയ്യാൻ പോയാൽ പിന്നെ ഒതുക്കിയുള്ള പണിയൊന്നുമില്ല, എല്ലാം ഇങ്ങനെ നിരത്തി പിടിച്ച് ചെയ്യും. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു കേക്കാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. ഡേറ്റ്സ് ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ കുറച്ചധികം ഡേറ്റ്സ് നമ്മുടെ കയ്യിൽ ബാക്കി ഇരിപ്പുണ്ടായി. അപ്പോൾ എൻ്റെ മോനാണെങ്കിൽ ഡേറ്റ്സ് കഴിക്കത്തുമില്ല. അപ്പോൾ അവന് ഡേറ്റ്സ് തീറ്റിക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ്സ് വെച്ചിട്ട് ഒരു ചോക്ലേറ്റ് കേക്ക്. ഡേറ്റ്സ് ആദ്യം നല്ലപോലെ വേവിച്ചതിന് ശേഷം ബാക്കി നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നതും കൂടി അതേപോലെ തന്നെ അതേ ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ചിട്ട് പിന്നെ മേലെ കുറച്ച് വാൾനട്ട്സും ഒക്കെ വെച്ചിട്ടുള്ള ഒരു കേക്ക്. നല്ല കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാക്കുവാണെങ്കിൽ ഞാനത് എപ്പോഴേലും വ്ളോഗിൽ കാണിക്കാം.
ചായ ഇടുന്നതിന് മുന്നേ പെട്ടെന്നൊന്ന് കിച്ചൺ ഒതുക്കിയിടുകയാണ്, അല്ലെങ്കിൽ മൊത്തം ഇങ്ങനെ മെസ്സായി കിടക്കും. അപ്പോൾ പെട്ടെന്ന് സാധനങ്ങൾ തിരിച്ചു വെച്ചതിന് ശേഷം സ്ലാബ് ഒന്ന് തുടച്ചിട്ടാൽ നമുക്കൊരു കുറച്ചൊന്ന് സമാധാനമാവുമല്ലോ കിച്ചൺ കാണുമ്പോൾ. ഇനി പെട്ടെന്ന് ചായ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കുന്നത് പാലും വെള്ളവും ഒരുമിച്ച് വെച്ചിട്ടാണ് കേട്ടോ. ചിലർ ചായ കട്ടൻ ചായ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് പാല് സെപ്പറേറ്റ് തിളപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതാണ് ശരിക്കുള്ള ചായ ഉണ്ടാക്കുക എന്ന് പറയണ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇതാണ് എളുപ്പം. അപ്പോൾ ഇങ്ങനെ ചെയ്യും. ഇനി കുറച്ചുകൂടി ചില സമയത്ത് നമുക്ക് ഒരുപാട് പാലുള്ള ചായ വേണ്ടാന്ന് തോന്നാറുണ്ട്. ആ സമയത്ത് നമ്മൾ ഇച്ചിരി സ്വല്പം കൂടി വെള്ളം കൂട്ടി ഇടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റിപ്പിളിൻ്റെ ചായപ്പൊടിയാണ്. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ റിപ്പിളിൻ്റെ ലീഫ് ടീയും കിട്ടും, റിപ്പിളിൻ്റെ സ്ട്രോങ് ടീയും കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെക്കും. അപ്പോൾ ലീഫ് ടീക്കാണെങ്കിൽ നല്ലൊരു സ്മെല്ലാണ്, നല്ല ചായയുടെ സ്മെല്ല്. അതുപോലെ പക്ഷേ അത് വെച്ച് ചായ ഉണ്ടാക്കിയാൽ കടുപ്പമുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ സ്ട്രോങ് ടീയും കൂടി ആഡ് ചെയ്യുമ്പോഴത്തേനും നല്ല കറക്റ്റ് നല്ല ടേസ്റ്റി ചായ കിട്ടും കേട്ടോ. നല്ല അപ്പോൾ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കുട്ടികൾക്ക് കുറച്ച് ബൂസ്റ്റും കൂടി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചക്ക അട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ പെട്ടെന്ന് തന്നെ കിച്ചണൊന്ന് ഒതുക്കിയിടുകയാണ്. അതുപോലെ നേരത്തെ കഴുകി വെച്ച പാത്രങ്ങൾ എല്ലാം ഒന്ന് എടുത്ത് അതിൻ്റെ പ്ലേസിലെടുത്ത് വെക്കാനും ഉണ്ട്. അപ്പോൾ ആ പണികളൊക്കെ ചെയ്ത് തീർത്ത് കിച്ചൺ പെട്ടെന്ന് ഒതുക്കിയിടണം. സമയം ഏകദേശം 6 മണിയൊക്കെ ആയി. അപ്പോൾ ബാൽക്കണിയിലൊക്കെ പോയി നിന്ന് കുറച്ച് നേരം അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമല്ലേ ആ സമയത്ത് സ്കൈ കാണാനും. നമുക്ക് ഇവിടെ നിന്ന് നല്ല ഭംഗിയുള്ള സൺസെറ്റൊക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ എല്ലാവരും കൂടി ഒരു മൂവി കാണാനിരുന്നു. മിൽഖ സിംഗിൻ്റെ മൂവിയില്ലേ, ഭാഗ് മിൽഖ ഭാഗ് എന്ന് പറഞ്ഞിട്ട് ആ മൂവിയാണ് ഇട്ടത്. പിന്നെ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാൻ കിടപ്പുണ്ടായി, എന്നാലും ഞാനും കൂടി മൂവി കാണാനിരുന്നു കേട്ടോ. കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു ഡിന്നറിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഇടിയപ്പം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചോറ് ആർക്കും തന്നെ വലിയ താല്പര്യമില്ല. അപ്പോൾ കറികൾ കുറച്ച് ലെഫ്റ്റ് ഓവർ ഉണ്ടായിരുന്നു. ഞാൻ അതെല്ലാം തന്നെ ഫ്രിഡ്ജിലോട്ട് മാറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഇങ്ങനെയുള്ള പാത്രങ്ങളിലാണ് ഇപ്പോൾ കറിയെല്ലാം സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂടാക്കാനാണെങ്കിലും സെർവ് ചെയ്യാനാണെങ്കിലും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനാണെങ്കിലും മൂന്നിനും എളുപ്പമുള്ള പാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും കറി വിളമ്പുന്നത് ഫ്രിഡ്ജിലോട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന പാത്രങ്ങളിലാണെങ്കിൽ നമുക്ക് ഒത്തിരി പാത്രം കഴുകുന്നത് ലാഭിക്കാൻ പറ്റും കേട്ടോ. ഇനിയത്തെ പരിപാടി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് കുറച്ച് ചെറുപയർ മുളപ്പിച്ചതാണ് കേട്ടോ. ഇവിടെ മോൾക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ സാലഡ് പോലെ ചുമ്മാ കഴിച്ചുകൊണ്ടിരുന്നോളും. ഒത്തിരി ഹെൽത്തി ആണല്ലോ. കുറച്ച് ഇഞ്ചി നന്നാക്കി എടുക്കുകയാണ് ഇഞ്ചി നീരിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ അട ഒരെണ്ണം ബാക്കിയുണ്ട് കേട്ടോ. ബാക്കി എല്ലാം തന്നെ ഫിനിഷായി. അപ്പോൾ പിന്നെ ഇനി അത് എടുത്ത് വെക്കാൻ വയ്യ. അപ്പം ഞാൻ ബാക്കിയുള്ള അട അങ്ങ് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റി അടയായിരുന്നു കേട്ടോ.
അതായത് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഓയിൽ സിങ്കിൽ ഒഴിക്കില്ല. ഇത് ഞാൻ ഇതുപോലുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ആക്കി വെക്കും. എന്നിട്ട് ഇത് ഫുള്ളാവുമ്പോൾ നമ്മളത് പുറത്ത് നമ്മൾ ഫ്ലാറ്റിലെല്ലാം വേസ്റ്റ് ഡിസ്പോസലില്ലേ അവരുടെ അത് പുറത്തോട്ട് വെക്കുകയാണ് ചെയ്യുക. അല്ലാതെ നമ്മൾ ഒരിക്കലും ഈ കുക്ക് ചെയ്ത ഓയിൽ സിങ്കിലോട്ട് ഒഴിക്കരുത് കേട്ടോ. സിങ്ക് ബ്ലോക്ക് ആവാൻ കാരണമാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ നേരത്തെ ഇഞ്ചി നീരുണ്ടാക്കി എന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ഇഞ്ചിയും ചെറുനാരങ്ങയും തേനും പിന്നെ കുരുമുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് ഇപ്പോൾ കഴിക്കാറുണ്ട്. അത് ശരിക്കും നമ്മൾ കോവിഡിനൊക്കെ എതിരായിട്ട് ഒത്തിരി നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. നമ്മൾ ഇഞ്ചി നീരൊക്കെ ഇങ്ങനെ വെറുതെ ദഹനക്കേടിനൊക്കെ കഴിക്കില്ലേ, അതിൽ ഈ 4 കൂട്ടം കൂടി മിക്സ് ചെയ്താൽ ഒത്തിരി നല്ലതാണ്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ബാക്കി നമ്മുടെ സ്ലാബൊക്കെ തുടച്ച് സ്റ്റൗവൊക്കെ തുടച്ച് ബാക്കി രാത്രിക്കലത്തെ ഫൈനൽ ക്ലീനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ്. അതുപോലെ നമ്മുടെ അപ്ലയൻസസ് ഓവനും പിന്നെ മിക്സിയും ഇൻഡക്ഷൻ സ്റ്റൗവും അതുപോലെ ഫ്രിഡ്ജിൻ്റെ ആ ഹാൻഡിലിൻ്റെ അവിടെയൊക്കെ നല്ല അഴുക്കുണ്ടാവും. അതും ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിടുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കബോർഡ്സൊക്കെ തുറന്ന് വെക്കുന്നതൊക്കെ ക്ലോസ് ചെയ്തു. അതുപോലെ വേസ്റ്റൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വേസ്റ്റ് ബിന്നിലൊക്കെ ആക്കി. ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. ഇനി കിച്ചൺ ഒന്ന് അടിച്ചിടണം. സിങ്കും കൂടി ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിടാണ്. അപ്പോൾ ഡിഷ് വാഷ് ലിക്വിഡ് യൂസ് ചെയ്ത് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തിടണം. അപ്പോൾ ഞാൻ പുതിയതായിട്ട് വാങ്ങിയൊരു ബ്രഷാണ് കേട്ടോ. അത് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ബ്രഷ് വാങ്ങുന്നത്. എല്ലാം ഇതേ ക്വാളിറ്റി ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് ഒത്തിരി നന്നായിട്ട് തോന്നി. ഞാൻ ഇതിന് മുന്നേ സ്റ്റീൽ സ്ക്രബ് വെച്ചിട്ടാണ് സിങ്ക് ക്ലീൻ ചെയ്യാറ്. പക്ഷേ അത് യൂസ് ചെയ്യുമ്പോൾ സിങ്കിൽ സ്ക്രാച്ചസ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ബാക്കി എന്ത് വെച്ച് ക്ലീൻ ചെയ്താലും സിങ്ക് ആ സ്റ്റെയിൻസൊക്കെ പോയി ഒന്ന് തിളങ്ങുന്ന പോലെ തോന്നിയിട്ടില്ല. പക്ഷേ ഈ ബ്രഷ് കിട്ടിയ പിന്നെ എനിക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അഴുക്കൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതിങ്ങനെ പേപ്പർ വെച്ചിട്ട് സിങ്ക് തുടച്ചിടാറുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഒന്നും ചെയ്യാറില്ല, പറ്റുമ്പോഴേക്ക്. അതുപോലെ നമുക്ക് ചെറുനാരങ്ങയുടെ പിഴിഞ്ഞ തൊലി ഉണ്ടെങ്കിൽ നമ്മൾ ഈ സിങ്കിൻ്റെ ഹോളിൽ ഇട്ട് കൊടുത്താൽ നല്ലൊരു സ്മെല്ലും ആയിരിക്കും കേട്ടോ. അപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ ഏകദേശം മതിയാക്കി തന്നെ പറയാം കേട്ടോ. നമുക്ക് കുറേ എത്തുമ്പോൾ നമ്മൾ ടയേർഡാവില്ലേ. എന്തായാലും അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞ് കിച്ചൺ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൂവി മുന്നേ കണ്ടത് ബാക്കി കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പിന്നെ മൂവി കാണാനിരുന്നു. നല്ലൊരു ഇൻസ്പയറിങ് മൂവിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ മൂവീസൊക്കെ കാണാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസ് എല്ലാം അറിയിക്കുക. പിന്നെന്താ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ.